ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ കഴിയുകയാണ് തിരുവനന്തപുരം പുലിയൂർക്കോണത്തെ 4-അംഗ ദളിത് കുടുംബം. ശാരീരിക വൈകല്യങ്ങൾ കൊണ്ട് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത വീട്ടമ്മ ലതികയുടെയും മക്കളുടെയും ജീവിതം അധികാരികൾ കാണണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാർപ്പിട പദ്ധതിയിൽ ഒരു വീടിനായി ഇവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 15 കൊല്ലങ്ങൾ കടന്നു. നല്ലൊരു വീട് വേണമെന്നൊക്കെ ആഗ്രഹം. പഠിക്കാൻ പറ്റത്തില്ല. പഠിക്കുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് ബെഞ്ചിൻ്റെ നടുക്കി തന്നെ ഇതൊക്കെ വെള്ളമൊക്കെ ചൊരിഞ്ഞ് വീഴും, ബുക്കിലൊക്കെ വീഴും. എല്ലാവരെയും പോലെ വൃത്തിയായിട്ട് കിടക്കാൻ ഒരു വീട് മതി. എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്, അവർ ഇങ്ങനത്തെ അവസ്ഥയെ കൊണ്ടല്ല, അവർ വൃത്തിയില്ല, ഒന്നുമില്ല. മോളൊക്കെ എൻ്റെ ബാത്റൂമിൻ്റെ കയറി എൻ്റെ അകത്ത് കൊണ്ട് കുളിക്കുന്നത് കുഞ്ഞാവേല നല്ല അങ്ങനത്തെ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. ഇല്ല, ബാത്റൂം ബുദ്ധിമുട്ടാ, താമസിക്കാൻ ബുദ്ധിമുട്ടാ. ഒറ്റയ്ക്ക് ഒരു ദിവസം മുറ്റത്ത് കിടന്നു. 2-3 ദിവസം മുമ്പ് ഒരു ഫ്രിഡ്ജിരുന്നു, അച്ഛനെടുത്ത് പൊളിച്ചപ്പോഴത്തെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അത് മുറ്റത്തൊരു കുഞ്ഞു വീട് വെച്ചിരുന്നു. അമ്മച്ചി ഇത് നല്ല വീടാണ്, ഞാൻ ഉണ്ടാക്കിയ വീടമ്മ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മുറ്റത്ത് കിടന്നു. എല്ലാവരും പറയാറുണ്ട് ഇതൊക്കെ എപ്പോഴും വൃത്തിയില്ലാതെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നത് വിഷമമാണ്. ഇവിടെ കിടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ വെള്ളമൊക്കെ കണ്ണി വീഴും, പിന്നെ ഉറങ്ങാൻ പറ്റൂല, പിന്നെ എഴുതാറപ്പോൾ വെള്ളമൊക്കെ കയറി, ബുക്കിനകത്തൊക്കെ വെള്ളം വീണ്, പിന്നെ സ്കൂളിൽ ടീച്ചർമാർ വഴക്കുറയും. എനിക്ക് വലിയവരൊക്കെ ഇട്ട ഉടുപ്പൊക്കെയാണ് ഞാൻ എടുത്ത് ഇടുന്നത്. നമ്മളത് കഴുകിയിടും. പേടിയാണ് കിടക്കാൻ. ഇന്നലെ കാറ്റൊക്കെ ആയപ്പോഴത്തേക്ക് പേടിയായിരുന്നു. കൊച്ചുങ്ങൾ ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. കുട്ടികളുടെ അടുത്ത് അവിടെ തന്നെ അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. പഞ്ചായത്ത് വീട്ടിന് ഇപ്പോഴും കൊടുത്തു വീട്ടിന്. എന്താണെന്ന് അറിയത്തില്ല. ഇതേ സഹായിക്കാനൊന്നും ആരുമില്ല. ഇപ്പം വേറെ മരുന്നൊന്നും കഴിക്കുന്നില്ല. വേദനയ്ക്കുള്ള ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ, മറ്റു മരുന്നൊന്നും കഴിക്കുന്നില്ല. വേദന, ശരീരം മൊത്തം വേദന, ജോയിൻ്റ് മൊത്തം വേദനയാണ്. അതുകൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് അത്രയൊന്നും വലിയ വീട് വേണ്ട, നമുക്കൊരു കുഞ്ഞു വീടുണ്ടായിരുന്നു. ഇന്ന് മറ്റാരെക്കാളും പരിഗണന അർഹിക്കുന്നവരാണ് ജീവനും കയ്യിൽ പിടിച്ച് പേടിയോടെ ഇവിടെ കഴിയുന്നത്. ലതികയ്ക്കും 2 മക്കൾക്കും ഇനി എന്നാണ് അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാകുന്നത്? ക്യാമറമാൻ അനന്തുവിനും യദുവിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പ്രേക്ഷകർ ഈ കുടുംബത്തിൻ്റെ ദൈന്യത കണ്ടല്ലോ. ലിസി പറയുന്നു, സാർ ആ കുടുംബത്തിന് 24 ഏറ്റെടുത്തൊരു വീട് വെച്ച് കൊടുക്കണം, പാവം കുട്ടികൾ ഇവരാരും നോക്കും എന്നൊക്കെ ലിസി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതീഷ്, യഥാർത്ഥത്തിൽ ഈ വീട്ടുകാർക്ക് സർക്കാരിൽ അപേക്ഷിച്ചിട്ട് MG പ്രതീഷാണ് ഈ വാർത്ത തയ്യാറാക്കിയ MG പ്രതീഷ് നമ്മുടെ പ്രതിനിധി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പ്രതീഷ്, ഇപ്പോൾ എന്താണ് സർക്കാരിൽ അപേക്ഷ കൊടുത്തിട്ട് ഇവർക്ക് വീട് കിട്ടാതെ പോയത്? SKN ഈ തദ്ദേശഭരണ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇവർ ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നേരത്തെ അപേക്ഷ നൽകിയിരുന്നില്ല എന്നതാണ്. പക്ഷേ ഈ അവസാനമായി 2018-19 കാലയളവിലൊക്കെയാണ് ഈ ലൈഫിൽ അവസാനമായി അപേക്ഷ ക്ഷണിച്ചത്. പക്ഷേ ഈ ലതിക എന്ന് പറയുന്ന വ്യക്തി ഈ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ നേരിട്ട് പോയി അപേക്ഷയൊന്നും തന്നെ നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് കുടുംബം പറയുന്ന കാര്യം. പക്ഷേ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ
സംസ്ഥാനങ്ങളിൽ മറ്റ് ജനപ്രതിനിധികളുണ്ട്. പക്ഷെ അവരാരും തന്നെ ഈ ഒരു ദുരിതം കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന ദളിത് കുടുംബമാണ്. ഇവർക്ക് പല ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ്. പല സംവിധാനങ്ങൾ ഇവർക്ക് മാത്രമായി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ ഈ കുടുംബത്തെ കാണുന്നില്ല എന്നതാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യം. ഇത്രത്തോളം വർഷം ഈ ഒരു വീട്ടിലാണ് ഇവർ കഴിയുന്നത്. ഇപ്പോൾ ഈ കാലവർഷം എത്താൻ പോകുന്നു. വലിയ പേടിയാണ് ഈ കുടുംബത്തിനുള്ളത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഈ വീട് നിലം പൊത്തും. ഈ മാത്രമല്ല ഈ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ പോലും ഇതുവരെ വാങ്ങിയിട്ടില്ല. മറ്റ് ആളുകൾ ഉപയോഗിച്ച വസ്ത്രങ്ങളാണ് ഈ കുടുംബത്തിന് നൽകുന്നത്. അത് കഴുകി ഉപയോഗിക്കുമെന്നതാണ് ഈ ലതികയുടെ മകൻ വേദനയോടെ പറഞ്ഞ കാര്യം. അത്രത്തോളം വലിയൊരു വേദന അല്ലെങ്കിൽ ഒരു നരകയാതന എന്ന് തന്നെ പറയേണ്ടി വരും ആ കുടുംബം ഇപ്പോൾ നേരിടുന്നത്. എന്തായാലും വലിയ പരിഗണന അർഹിക്കേണ്ട ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഈ അധികാരികൾ ഈ നടപടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിലവിൽ ലതികയും ഈ 2 മക്കളും ഉള്ളത്. എന്തായാലും ഇനി നിലവിൽ PMAY പദ്ധതി പ്രകാരമുള്ള ഒരു സർവേ ഒക്കെ സംസ്ഥാനത്ത് നടന്നിരുന്നു. പക്ഷേ ഇതുവരെയും അവരെ ആ പദ്ധതിയിൽ പരിഗണിച്ചില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇനി പുതിയ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ സർക്കാരിന്റെ ഭാഗത്ത് ഒരു വീട് ഇവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ഒരു അവസ്ഥയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഉള്ളത്. പ്രതീക്ഷ അവരുടെ കൂടുതൽ വിവരങ്ങൾ തേടുക. 24 നമുക്ക് അവർക്കൊരു വീഡിയോ വെച്ച് കൊടുക്കാനുള്ള തീരുമാനമെടുക്കാം. പ്രതീക്ഷ അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് വൈകാതെ ഈ കുടുംബത്തിന് ഇത്രയും ബുദ്ധിമുട്ടുന്ന ഈ കുടുംബം ഇനി ഒരുപാട് കാലം സർക്കാരിൻ്റെ തീരുമാനം കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തന്നെ 24 തന്നെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാം. ഇപ്പോൾ MG പ്രതീക്ഷ അത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഈ വീട് അവർക്ക് 24 നിർമ്മിച്ചു കൊടുക്കും.